ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ ഐഷു ട്രിപ്പ് പോകണം. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ. രാവിലെ നേരത്തെ 6:45 എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 6:00 ഇറങ്ങിയാണ്ടാണ് ഈ പോക്ക്. ഓള് ഒരു 6 മണിക്കൊക്കെ നീച്ചിങ്ങാണ് ഞാൻ വിളിച്ചോടിക്കുന്നു. പോവാന്ന് പറഞ്ഞാണ്ടേ നേരം പരപര വിളിക്കുന്നുള്ളല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കിട്ടോ. ഓള് തണുത്തിട്ട് ഞാൻ ബാക്കിൽ ഇരുന്നോന്നുണ്ട്, ഒന്നും കേൾക്കാതെ മുന്നിൽ തന്നെ ഇരുന്ന് ആകെ വിറക്കണുണ്ട് ഓള്. എന്തായാലും ഐഷുവിനോട് പറഞ്ഞ വാക്ക് വലിച്ചാൽ പറ്റി. കറക്റ്റ് 6:45 നമ്മളോട് അവിടെ എത്തിച്ചു കേട്ടോ. ഞാനൊക്കെ എൽ പി സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയാരോ, ഒന്നല്ലെങ്കിൽ സ്കൂൾ ബസ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവലർ. ഇപ്പൊ ഒക്കെ മാറി കാശ്. ഇപ്പൊ കളികളൊക്കെ മാറി. ഓരി പോണ ബസ്സൊക്കെ മാഷാ കിടിലൻ ബസ്. ഐഷ ഗന്ധം വിട്ടിക്കാണ് ബസ്സൊക്കെ കണ്ടിട്ടേ. ഓള് നല്ല പൊലിവിലാണ് കേട്ടോ. ഞാനോട് ഇജ്ജ് എങ്ങോട്ട് പോണെന്ന് വെച്ചിട്ട് ഓൾക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരു പാർക്കിക്കാണ് എന്നൊക്കെ പറയാന്നല്ലാതെ അവർക്ക് അറിയില്ല കേട്ടോ. പിന്നെ എന്റെ അതിവിദഗ്ധമായ കൈ കൊണ്ട് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടോ എങ്ങോട്ടാ പോണെന്ന്. ഒരു കക്കാടം പോയാണ് പോണ കാശ്. പിന്നെ കുട്ടികളൊക്കെ വന്ന് ഓൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുട്ടോ. പേരൻസും ടീച്ചേഴ്സൊക്കെ പാടെ. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ലൈനപ്പിൽ നിർത്തിട്ടോ. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ ചാടി കളിച്ചിട്ട് പോയി കളിച്ചിട്ടും ഓരിപ്പോ തന്നെ ചില്ലിയൽ തുടങ്ങിയിട്ടുണ്ടോ. അതിന്റെ ഇടയിൽ ഒരു കുട്ടി എനിക്ക് പോകേണ്ട കരഞ്ഞു ചാറ് സീനാക്കിട്ടോ. കുട്ടിനെ കണ്ടപ്പോയി ഇന്നെ ഓർമ്മ ഞാനങ്ങനെ സ്കൂൾക്ക് പോകാൻ അതേമാതിരി ഈ ബാലവാടിക്ക് പോകാൻ നല്ല ഈറനി. ഞാൻ ഒരു ഓടിച്ച് അങ്ങനെ സീനാക്കി. അതേമാതിരി തോന്നിച്ചു. വൈഷമക്കോളൊക്കെ അങ്ങനെ കിട്ടിട്ടോ, ഓളെ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ നമ്മളൊന്ന് മെയിൻറ്റില്ല. പിന്നെ ഫുള്ള് ഓനപ്പോ വൈഷമ പുറത്തുനിന്ന് ഡാൻസിങ് കൂടെ തുടങ്ങിയിട്ടുണ്ടോ. കുഞ്ഞോട് പ്രത്യേകം കാര്യം പറഞ്ഞോ, ഓളെ ബസ്സിൽ കയറ്റിട്ട് പോരാൻ പറ്റുള്ളൂ, ബസ്സിൽ കയറി പോയിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വൈഷമാക്ക് ഒരു ടാറ്റി കൊടുത്ത് പിന്നെ നമ്മളൊന്ന് പോകുന്നുട്ടോ. അപ്പൊ അത്രക്കുള്ളൂ, ബാക്കി നാളെ.